പ്രവാസികൾ പ്രത്യേകിച്ച് ഗൾഫിലെ പ്രവാസികൾ ഞാനിവിടെ 5 വർഷമായി. പിന്നെ ഇതിനു മുമ്പും പലരും നേരത്തെ നിങ്ങളുടെ പ്രത്യേകിച്ചൊക്കെ സൂചിപ്പിച്ചപ്പോൾ പിന്നെ നേരത്തെയും ഒരു റേഡിയോ മറ്റൊക്കെ ഇവിടെ ഓൺലൈൻ വരുന്നതിന് മുമ്പ് ഇതുപോലുള്ള പ്രതീകാത്മക വോട്ടെടുപ്പ് നടത്തിയിട്ടുണ്ടല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെയും UDF അനുകൂലമായിട്ടാണ് സാധാരണ ഇവിടെ വരാറ്, അഭിപ്രായം ഉണ്ടാവാറ്. പിന്നെ പ്രത്യേകിച്ച് കാരണം പറയേണ്ടതില്ലല്ലോ, അത് UDF ആണ് ഏറ്റവും അനുകൂലികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോ ഈ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ടിനെ കാര്യമായി അത്ര കാര്യമായി എടുക്കാൻ നമുക്ക് പറ്റില്ല. എങ്കിലും ഇന്നിപ്പോ കേരളത്തിൽ നടന്ന മറ്റു ഒരുപാട് വിലപ്പോളല്ല വോട്ടെടുപ്പ് അതിലൊക്കെ പിന്നെയാണ് നേരിയ മുൻതൂക്കം വന്നിട്ടുള്ളത്. മനോരമ ന്യൂസ് നടത്തിയ ഒഴിച്ച് ഗുണം ഒഴിച്ച് ബാക്കിയെല്ലാത്തിലും UDF ചെറിയ നേരിയ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ആ ഒരു രീതിയിലും തള്ളിക്കളയാൻ പറ്റൂല. കാരണം ഇന്നിപ്പോ കേരളത്തിലെ ഒരു മൊത്തത്തിലുള്ള ഒരു നിലപാട് UDF അനുകൂലമായി വന്നിട്ടുണ്ട്. 5 വർഷത്തിന് ശേഷം ഭരണം മാറണമെന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു അഭിപ്രായത്തോട് പ്രവാസികളും അനുകൂലിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് ആധുനികമായതിൽ പറയാനുള്ളത്, ഇനിയിപ്പോ UDF വന്നാലും LDF വന്നാലും പ്രവാസികളുടെ ഒരുപാട് പ്രശ്നങ്ങൾ അത് അടുത്ത കാലത്തൊന്നും ഇവരൊന്നും പരിഹരിക്കാൻ മുന്നോട്ട് വരില്ല. അത് ഇലക്ഷൻ കാലത്തുള്ള ചില തട്ടിക്കൂട്ട് മാത്രമെന്നാണ് ഇതിനു മുമ്പ് തെളിഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഇതിൽ മറ്റൊരു വിഷയം, ആദ്യമായിട്ട് വോട്ടവകാശം ലഭിച്ച പ്രവാസികള് ചരിത്രപരമായ ഒരു പ്രാധാന്യം ഈ ഒരു ഓൺലൈൻ പ്രതീകാത്മക വോട്ടെടുപ്പിലുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം വോട്ടവകാശം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു പ്രതീകാത്മക വോട്ടെടുപ്പ് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതികരണം നമ്മളുടെ വരുന്ന ഭരണകക്ഷി ഏതാണ്, ഇപ്പൊ UDF ആണ് ഇതോടെ വരുമെന്നുള്ളതാണ്, ആ ഒരു ഭരണകക്ഷി ഏതെങ്കിലും രീതിയിൽ പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളോ അല്ലെങ്കിൽ അനുകമ്പാപൂർണമായ നിലപാടെടുക്കാനുള്ള സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ടോ? ഇത് വളരെ ചെറിയൊരു ശതമാനമാണല്ലോ ഇപ്പോ പ്രവാസികളുടെ വോട്ട് പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത്. അതെ. അപ്പൊ ഇനിയും ഇവിടെ ഭൂരിഭാഗവും സാധാരണക്കാരായ പ്രവാസികളായതുകൊണ്ട് തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് അവധി നീട്ടി മാറ്റിവെച്ച് പോവുക എന്നല്ലാതെ തെരഞ്ഞെടുപ്പിനായി പോകുന്നവർ അടുത്ത കാലത്തൊന്നും വളരെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ അതത്ര കാര്യമായി എടുക്കില്ല. പ്രത്യേകിച്ച് ഇവിടുന്നുള്ള എംബസി വഴിയോ കോൺസുലേറ്റ് വഴിയോ ഒരു വോട്ടെടുപ്പ് നടക്കാതെ നാട്ടിൽ പോയി വോട്ടിടുക എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇല്ലാതിരിക്കെ നമ്മുടെ പ്രവാസികളുടെ വോട്ടിനെ അത്രമാത്രം ഇവർ ഗൗരവമായി എടുക്കാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു അനുകമ്പപൂർണമായിട്ടുള്ള നിലപാട് ഒരിക്കലും ഉണ്ടാവില്ല. കാര്യം കാണാനുള്ള ഓരോ നിഷ്പക്ഷമതി എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, കാര്യം കാണാനുള്ള ഒരു അവസരമായി മാത്രമാണ് ഈ പ്രവാസി സ്നേഹമൊക്കെ ഇലക്ഷൻ കാലത്ത് വരുന്നുള്ളത്. നാട്ടിലെ സാധാരണക്കാരോടുള്ള അതേ മനോഭാവം തന്നെയാണ് നമ്മുടെ പ്രവാസികളോടും ഉള്ളത്. അതുകൊണ്ട് ഇവർ പ്രത്യേക ഒരു മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. മറ്റൊരു വിഷയം, ഇപ്പം ഇങ്ങനെയുള്ള രീതിയിൽ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാലമായിട്ട് നമ്മള് ഒരുപാട് പ്രശ്നങ്ങൾ പറയുകയും അങ്ങനെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊരു ഇടപെടുന്ന ഒരു മാധ്യമ പ്രവർത്തകർക്ക് പ്രവാസികള് ഒരു സമ്മർദ്ദ കേന്ദ്രത്തിലൂടെ ഒരു കൂട്ടായ യത്നത്തിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു സംസാരം. അപ്പൊ ആ വിഷയത്തെക്കുറിച്ച് താങ്കൾ എന്താ പറയും? തീർച്ചയായിട്ടും ഐക്യമത്യം മഹാബലം എന്ന് പറയും പോലെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ നമുക്ക് തീർച്ചയായും നേടിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു ദോഷകൃതിക്ക് എന്ന് വിചാരിക്കരുത്. ഇവിടുത്തെ നമ്മുടെ സംഘടനകളുടെ അവസ്ഥ പലപ്പോഴും എല്ലാവർക്കും നേതൃസ്ഥാനത്തിരിക്കണം, എല്ലാവർക്കും പത്രത്തിലും മാധ്യമങ്ങളിലും പേരും ഫോട്ടോയും വരണം എന്നുള്ളത് കൊണ്ട് ഇവരാരും മുൻനിരയിൽ ഒന്നിച്ച് ഇതിൽ നിൽക്കാൻ തയ്യാറാവുന്നില്ല. എല്ലാവർക്കും അവരുടെ സ്വാർത്ഥ ലാഭം. അടുത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടന കഴിഞ്ഞ ദിവസം ഒരു പേര് മാറ്റുന്നതോടനുബന്ധിച്ച് രണ്ടഭിപ്രായം ഉയർത്തി വന്നിട്ടുണ്ട്. ആ സംഘടനയുടെ മുൻ ഭാരവാഹി പറയുന്നു പേര് മാറിയിട്ടില്ല. പുതിയ ആൾക്കാർ പുതിയ കമ്മിറ്റി പറയുന്നു പുതിയ പേരിലാണ് അറിയപ്പെടുക. ഇതിന്റെ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സംഘടനകൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ പലതിനും തയ്യാറാവുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഇല്ലെങ്കിലും ഞാനും അഭിപ്രായപ്പെടുന്നത് എല്ലാവരും ഒന്നിച്ചു നിന്ന് എല്ലാ കാര്യത്തിലും
ഒറ്റക്കെട്ടായി നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോ പ്രവാസികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. പുതിയ ഭരണകക്ഷികൾ ആ പ്രശ്നങ്ങളോട് അനുകൂലമായിട്ട് പ്രതികരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അപ്പൊ ഈ അവസരത്തില് താങ്കൾക്ക് ഇപ്പൊ ഒരുപാട് 10,000-കണക്കിന് ആള് താങ്കളെ ഇപ്പൊ ഇത് കേൾക്കും. അപ്പൊ ആ അവസരത്തില് ഈ ഇത് കേൾക്കുന്ന പ്രവാസികളോട് താങ്കൾക്കൊരു മാധ്യമപ്രവർത്തന നിലക്ക് എന്താണ് ഒരു സന്ദേശം നൽകാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഇവിടുന്ന് എല്ലാ രീതിയിലും സഹായം ചെയ്യുന്നുണ്ട്. വലിയൊരു സംഭവം തന്നെയാണ്. ഇപ്പൊ ഏതൊരു ചെറിയൊരു വാർത്ത ഒരു സഹായം അഭ്യർത്ഥിച്ച് ചോദിച്ചാലും തീർച്ചയായിട്ടും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് സമ്പന്നർ, പേര് പറയാൻ പോലും താല്പര്യം കാണിക്കാതെ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ദരിദ്രരും ഒരുപാട് കഷ്ടപ്പെടുന്നവരും മറ്റുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടി മറ്റൊന്നും ചിന്തിക്കാതെ, ജാതിയോ മതമോ രാഷ്ട്രീയമോ ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ഇവിടുന്ന് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം നമ്മൾ എത്തിക്കുവാൻ എന്നും ശ്രദ്ധിക്കണം. മറ്റു എന്തൊക്കെ ആയാലും രാഷ്ട്രീയം ആര് വന്നാലും ജയിച്ചാലും പ്രവാസികളായി തന്നെ ഇവിടെ തുടരേണ്ടി വരും എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മളാരും ഇവിടെ ഗൾഫിലേക്ക് വേണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരൊന്നുമല്ല. നമ്മുടെ സാഹചര്യം മൂലം പലരും ഇവിടെ എത്തിവരും. ഭൂരിഭാഗവും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച് നമുക്ക് അതിനുള്ള ഒരു നമുക്കുള്ള അനുഗ്രഹം നമുക്ക് ദൈവം കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ രീതിയിലുള്ള ഒരു സഹായ മനസ്ഥിതി നമ്മളെല്ലാവരും ഉണ്ടാവണമെന്നാണ് എനിക്ക് എന്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കളോടും പറയാനുള്ളത്.